ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. യൂറോപ്പിലെ തിരഞ്ഞെടുപ്പുകളിൽ കോടീശ്വരനായ എലൻ മസ്ക് ഇടപെടുന്നതിനെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് നിശിതമായി വിമർശിച്ചു. തീവ്ര വലതുപക്ഷ നിലപാടുള്ള ജർമ്മൻ രാഷ്ട്രീയ പാർട്ടികളെയാണ് ഇദ്ദേഹം പിന്തുണയ്ക്കുന്നത്. നാസിസത്തെ ന്യായീകരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അഥവാ AfD എന്ന പാർട്ടിക്കാണ് ഇദ്ദേഹത്തിൻ്റെ പിന്തുണ. ഫെബ്രുവരിയിലാണ് ജർമ്മനിയിലെ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിൽ AfD വിജയിച്ചാൽ ജനാധിപത്യം തകരുമെന്നാണ് ചാൻസലർ ഒലാഫ് ഷോൾസിൻ്റെ മുന്നറിയിപ്പ്. ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ നിന്നും യഹൂദന്മാരെ മോചിപ്പിച്ചതിൻ്റെ 80-ാം വാർഷികം ആഘോഷിച്ചത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ഈ അവസരത്തിലും നാസികളോടുള്ള എതിർപ്പ് മയപ്പെടുത്തിയായിരുന്നു മസ്കിൻ്റെ പ്രതികരണം. ഭൂതകാല സംഭവങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം ജർമ്മനിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് എലൻ മസ്ക് പ്രതികരിച്ചത്. യഹൂദന്മാരെ കൊന്നൊടുക്കിയതിൻ്റെ പേരുകൾ നാസികളെ വിമർശിക്കുന്നതിനെയാണ് എലൻ മസ്ക് എതിർക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പേഗിനോട് വില കുറയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു. റഷ്യ ഒപെക് പ്ലസിൻ്റെ ഭാഗമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന റഷ്യയുടെ വലിയ ഒരു വരുമാന സ്രോതസ്സാണ്. തന്മൂലം ഈ നിർദ്ദേശം നടപ്പിലായാൽ റഷ്യയുടെ വരുമാനം ഗണ്യമായി കുറയും. ഒപെക് പ്ലസിൽ അംഗമല്ലാത്തതിനാൽ ഈ വിലക്കുറവ് അമേരിക്കയെ ബാധിക്കില്ല. റഷ്യയെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈഡൻ റഷ്യയുടെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇത് വിജയിച്ചില്ല. വരുമാനത്തിൽ വലിയ ചോർച്ചയുണ്ടാക്കുന്ന ഈ നിർദ്ദേശം സൗദി നയിക്കുന്ന ഒപ്പേഗിന് എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. തന്നെയുമല്ല, അമേരിക്ക കമ്പോളത്തിലെത്തിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കുന്നത് മൂലം ഇപ്പോൾ തന്നെ വില കുറയുന്നു എന്ന പരാതി ഒപ്പേഗിലെ അംഗങ്ങൾക്കുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാകും എന്നാണ് ട്രംപിൻ്റെ വിശദീകരണം. ജനുവരി 19-നാണ് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്നാണ് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ രേഖയിൽ ഒപ്പുവെച്ചത്. തുടക്കം മുതൽ ഇരു കക്ഷികളും കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതായി പരസ്പരം ആരോപിച്ചിരുന്നു. നേരത്തെ തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് ആർബൽ യഹൂദ എന്ന വനിതയെ ശനിയാഴ്ച ഹമാസ് മോചിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ഹമാസ് കൈമാറിയ 4 തടവ് പുള്ളികളിൽ ഈ വനിത ഉണ്ടായിരുന്നില്ല. വടക്കൻ ഗാസയിലേക്ക് മടങ്ങി വരുന്ന പാലസ്തീനികളെ തടഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെതിരെ പ്രതികരിച്ചത്. ഇത് പരിഹരിക്കാൻ മധ്യസ്ഥർ ഇടപെടണം എന്നാണ് ഇരു കൂട്ടരും ആവശ്യപ്പെടുന്നത്. ബൈഡന്റെ താൽപ്പര്യമനുസരിച്ചാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. പതിനഞ്ചു വയസ്സുള്ള മകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ കുറ്റത്തിന് പാകിസ്ഥാൻ പോലീസ് അൻവർ ഉൽ ഹക്കിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 25 വർഷമായി അമേരിക്കയിൽ താമസിക്കുന്ന അൻവറും കുടുംബവും
ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാനിലേക്ക് മടങ്ങി വന്നത്. മതപരമായ കാര്യങ്ങളിൽ തീരെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. ടിക്ടോക്ക് എന്ന സമൂഹ മാധ്യമത്തിലൂടെ വരുന്ന മകളുടെ പോസ്റ്റുകളാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നാണ് പിതാവ് പോലീസിനോട് പറഞ്ഞത്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണ രീതിയോടും മറ്റുള്ളവരുള്ള പെരുമാറ്റത്തോടും കുടുംബത്തിന് ഒട്ടും തന്നെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. കുടുംബത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാനായി കുടുംബക്കാർ തന്നെ കൊലയാളികളായി മാറുന്ന സംഭവങ്ങളുടെ എണ്ണം പാകിസ്ഥാനിൽ വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വന്തം അന്തസ്സിനു വേണ്ടി മക്കളെ കൊല്ലുന്നതിലൂടെ ഒന്നും നേടുന്നില്ല എന്ന് കൊലക്കത്തിയെടുക്കുന്നവർ തിരിച്ചറിയുന്നില്ല. ആലപ്പുഴ സ്വദേശിയായ സഫിയ PM ഫയൽ ചെയ്ത കേസ് കഴിഞ്ഞ ആഴ്ചയിൽ സുപ്രീം കോടതി പരിഗണിക്കുകയും 4 ആഴ്ചയ്ക്കുള്ളിൽ പ്രതികരണം അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ജന്മം കൊണ്ട് ഇസ്ലാം ആണെങ്കിലും താൻ ഇപ്പോൾ ആ മതത്തിൽ വിശ്വസിക്കുന്നില്ല. വിശ്വാസികൾക്ക് ബാധകമായ ശരീഅത്ത് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും തന്നെ ഒഴിവാക്കണം. 1925 ഇന്ത്യൻ പിന്തുടർച്ചാ അവകാശ നിയമമനുസരിച്ച് തൻ്റെ സ്വത്തുക്കൾ വീതം വയ്ക്കാൻ അനുവദിക്കണം. പരാതിക്കാരിക്ക് ഒരു മകളേ ഉള്ളൂ. അവരുടെ മരണശേഷം അവരുടെ എല്ലാ സ്വത്തുക്കളും മകൾക്കു നൽകണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. മരണശേഷം അമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും മകൾക്കു നൽകുന്നത് ശരീഅത്ത് നിയമം അനുവദിക്കുന്നില്ല. മതത്തിൽ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാതിരിക്കുന്നതിനും പൗരന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. ശരീഅത്ത് നിയമം സ്വീകരിക്കാനും നിരാകരിക്കാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നാണ് വാദം. കഴിഞ്ഞ ആഴ്ചയിൽ തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലെ ഒരു കോടതി പുറപ്പെടുവിച്ച വിധിന്യായം വളരെ വിചിത്രമായ ഒന്നായി നമുക്ക് തോന്നിയേക്കാം. ഒരു വിദ്യാർത്ഥിയുടെ സ്കൂൾ രജിസ്റ്ററിൽ മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് ഒരു അമ്മയുടെയും 3 അച്ഛന്മാരുടെയും പേരുകൾ ഔദ്യോഗികമായി ഉൾപ്പെടുത്തണം എന്നാണ് കോടതി വിധി. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയപ്പോൾ സ്നേഹനിധിയായ അമ്മാവൻ്റെ ഒപ്പം താമസിക്കാനായിരുന്നു ഈ കുട്ടിയുടെ തീരുമാനം. സന്തോഷത്തോടെ അമ്മാവനും ഭാര്യയും ഈ കുട്ടിയെ സ്വീകരിക്കുകയും ചെയ്തു. സ്വവർഗാനുരാഗിയായ അമ്മാവൻ്റെ ജീവിത പങ്കാളി അഥവാ ഭാര്യ ഒരു പുരുഷനാണ്. അമ്മാവനും ഭാര്യയും നൽകിയ സ്നേഹവും കരുതലും മറക്കാൻ കഴിയുന്നില്ല എന്നും ജന്മം നൽകിയ പിതാവിനോടൊപ്പം ഇവരെയും തൻ്റെ പിതാക്കന്മാരായി അംഗീകരിക്കണം എന്നുമാണ് ഈ കുട്ടി ആവശ്യപ്പെട്ടത്. തുടക്കത്തിൽ അനുഭാവപൂർവം ഈ കേസ് കേൾക്കാൻ പോലും കോടതി തയ്യാറായിരുന്നില്ല. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൊടുവിലാണ് അനുകൂലമായ വിധി ലഭിച്ചത്. വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിക്കാൻ ശ്രീലങ്കൻ സർക്കാർ തീരുമാനിച്ചു. 2022 സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ശ്രീലങ്ക ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയത്. വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ കുറവുണ്ടായതുകൊണ്ടാണ് ഇറക്കുമതി നിയന്ത്രിക്കേണ്ടി വന്നത്. വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഇല്ലാത്ത രാജ്യമാണ് ശ്രീലങ്ക. തന്മൂലം എല്ലാത്തരം വാഹനങ്ങളും വിദേശങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. 2 വർഷമായി പുതിയ വാഹനങ്ങൾ ലഭിക്കാതിരുന്നത് മൂലം പഴയ വാഹനങ്ങളുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി. ഇറക്കുമതി പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനത്തെ
സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതിൻ്റെ സൂചനയായിട്ടാണ് വിദഗ്ധന്മാർ വിലയിരുത്തുന്നത്. കർശനമായ വ്യവസ്ഥകളോടെയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ IMF 2 വർഷം മുമ്പ് ശ്രീലങ്കയ്ക്ക് സാമ്പത്തിക സഹായം അനുവദിച്ചത്. ചില സബ്സിഡികൾ നിർത്താനും നികുതികൾ വർദ്ധിപ്പിക്കാനും IMF നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ശ്രീലങ്ക ഈ നേട്ടം കൈവരിച്ചത്. മൂലം വീട് നഷ്ടപ്പെട്ടതുകൊണ്ട് ആയിരക്കണക്കിന് പാലസ്തീൻകാരാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്നത്. ഈ ക്യാമ്പുകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ UNRWA എന്ന ഏജൻസിയാണ്. എന്നാൽ ഈ സംഘടനയിലെ ചില ഉദ്യോഗസ്ഥർ തീവ്രവാദികളായ ഹമാസിനെ സഹായിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. കഴിഞ്ഞ വർഷം തങ്ങളെ ആക്രമിച്ച ഹമാസിന് പല വിലപ്പെട്ട വിവരങ്ങളും ഈ ഉദ്യോഗസ്ഥന്മാർ ചോർത്തിക്കൊടുത്തു എന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ചാരപ്രവർത്തനം നടത്തി എന്ന് സംശയം തോന്നിയ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും ചെയ്തു. UNRWAയുടെ ഉദ്യോഗസ്ഥർ ഇസ്രായേലിൽ പ്രവേശിക്കുന്നതും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇവരുമായി ബന്ധപ്പെടുന്നതും നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം പാർലമെന്റ് നിയമം പാസാക്കിയെങ്കിലും ഇതുവരെ അത് നടപ്പാക്കിയിരുന്നില്ല. വ്യാഴാഴ്ച മുതൽ ഈ നിയമം നടപ്പിലാക്കി തുടങ്ങി. അഭയാർത്ഥികൾക്ക് ആഹാരവും വൈദ്യസഹായവും നിഷേധിക്കുന്ന ഈ നടപടി പിൻവലിക്കണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വെച്ച് ബുധനാഴ്ച സാൽമൻ മോമിക അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു. ഇറാഖി പൗരനായ മോമിക കഴിഞ്ഞ വർഷം സ്വീഡനിൽ വെച്ച് ഖുറാൻ കത്തിക്കുകയും അത് വലിയ വിവാദം ആവുകയും ചെയ്തു. 2018 ഇദ്ദേഹം ജന്മനാടായ ഇറാഖിൽ നിന്നും സ്വീഡനിൽ എത്തിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അന്നു മുതൽ ഖുറാനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇദ്ദേഹം നടത്തുന്നത്. ജനാധിപത്യം, സദാചാരം, മനുഷ്യാവകാശം, സ്ത്രീ സമത്വം തുടങ്ങിയവയെ എതിർക്കുന്ന ഖുറാൻ നിരോധിക്കണം എന്നാണ് ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത്. ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സ്വീഡനിലെ പോലീസ് നടത്തിയ നീക്കങ്ങൾ കോടതിയുടെ ഇടപെടൽ മൂലം പരാജയപ്പെട്ടു. എന്നാൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ജനകോടികൾ ആദരവോടെ കാണുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളെ അവഹേളിക്കുന്നതും അങ്ങനെ ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലുന്നതും ഒരുപോലെ നിന്ദ്യമായ പ്രവൃത്തികളാണ്. അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൗരത്വം നൽകുന്ന നിയമം റദ്ദ് ചെയ്തുകൊണ്ട് അധികാരം ഏറ്റെടുത്ത ദിവസം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കി. മാതാപിതാക്കന്മാർ അമേരിക്കയിലെത്തിയത് എങ്ങനെ ആയാലും കുഞ്ഞിന് പൗരത്വം നൽകുന്നതിന് അത് പ്രതിബന്ധമാകില്ല. 14ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പ് പാസാക്കിയ ഒരു നിയമമനുസരിച്ചാണ് ഇങ്ങനെ പൗരത്വം നൽകുന്നത്. അനധികൃതമായി അമേരിക്കയിൽ കുടിയേറി പാർക്കുന്നവർക്കും താൽക്കാലിക വിസയിൽ താമസിക്കുന്നവർക്കും ഈ നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഇതുവഴി ഓരോ വർഷവും 1 ലക്ഷം വിദേശികളെങ്കിലും അമേരിക്കൻ പൗരത്വം നേടുന്നു എന്നാണ് ട്രംപിൻ്റെ ആക്ഷേപം. 150 വർഷങ്ങൾക്ക് മുമ്പ് തീർപ്പാക്കിയിട്ടുള്ള ഈ വിഷയത്തിന്മേലുള്ള പുനർചിന്ത ഭരണഘടനയുടെ ലംഘനമായിട്ടാണ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി കാണുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിൽ 2 ആഴ്ചത്തേക്ക് ഈ ഉത്തരവ് നടപ്പിലാക്കുന്നത് കോടതി തടഞ്ഞു. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.